കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സുസ്വാഗതം. ഭഗവാൻ ചിന്താലേശൻ്റെ മഹാത്ഭുതങ്ങളും ഭഗവാന്റെ പരമഭക്തരായിട്ടുള്ള ആൾക്കാരെ ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തുകയും ചെയ്യുകയാണ് ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയ ചെയ്തു പോകുന്നത്. ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് പ്രഭാകരൻ അണ്ണനാണ്. പ്രഭാകരൻ അണ്ണനെ എല്ലാവർക്കും അറിയാം. കാരണം ഞാൻ വളരെ കൊച്ചു പ്രായം തൊട്ട് കാണുന്ന ആളാണ് പ്രഭാകരൻ അണ്ണൻ. അപ്പോൾ അണ്ണനാണെന്ന് നമുക്ക് എന്നുവെച്ചാൽ ഭഗവാനുമായിട്ട് അത്ര ബന്ധം, ശരിക്കും എനിക്ക് തോന്നുന്നു ഇത്രയും ബന്ധമുള്ളവരും, അല്ലാതെ പല ബന്ധമുള്ളവരും ഒക്കെ ഉണ്ടായിരുന്നു എങ്കിലും അവരൊക്കെ പല സമയങ്ങളിൽ വന്നു, പല സമയങ്ങളിൽ നിന്ന് പോയി. പക്ഷേ അന്ന് തൊട്ട് ഇന്ന് വരെ കാണുന്ന വ്യക്തികളിൽ ഒരാളാണ് പ്രഭാകരൻ അണ്ണൻ. അപ്പോൾ അണ്ണനാണെന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓം ഗുരുർബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഓം ഗംഗണപതേ നമഃ. നരരൂപം ധരിച്ചോരു പരമാത്മസ്വരൂപനാം ചിന്താലേശായ സംസാഷ്ടാംഗം പ്രണമിച്ചിടാ. കുറേശ്ശെ സാധനമാണ് മാറ്റുകൊണ്ടാണ്. ഞാൻ തന്നെ സൈക്കിളിൽ പോയാണ് മാറ്റുകൊണ്ടിരുന്നത്. പോത്തങ്ങോട്ട് കിട്ടാൻ പോയിട്ടാണ് അവിടെ പോയിട്ട് ഇത് മാറ്റുന്നത്. അപ്പോഴിവിടെ ഇരിക്കും ഈ പിള്ളേർ, ഇവിടെ കഥയും പറഞ്ഞത് ഇരിക്കും. കൊച്ചു പിള്ളേർ ഇന്നിപ്പോൾ എല്ലാവരും മക്കളും ഒക്കെ ആയി, പെണ്ണുങ്ങളൊക്കെ അങ്ങനെ ഇരുന്ന് കൊണ്ട് കൊടുത്തുകൊണ്ടിരുന്നവരാണ് ഞാൻ. അതുപോലെ ഈ സഹോദരിയെ നല്ല രീതിയിൽ നോക്കി. മൂത്ത സഹോദരി അവിടെ കൊണ്ടുവന്നേക്കാം, 6 കിലോ കൊണ്ട് മാത്രമല്ല, ഞാൻ ഇവിടെ പറഞ്ഞ ആ സമയത്ത് പൈസ കൊടുത്തത് എല്ലാ കാര്യങ്ങളും നല്ല പോലെ നോക്കി. അതിനൊന്നും ഒരു കുറവും അമ്മയെ കണക്ക് നോക്കി, അദ്ദേഹത്തിൻ്റെ അമ്മയെ കണക്ക് നോക്കി ആ മൂത്ത സഹോദരി. അതെ, സത്യം. പിന്നെ ആ മക്കളാരും ഇതില്ല, മക്കളാരും ഇങ്ങോട്ട് വരക്കൂല. അവന്മാരായിരിക്കും എന്താണ് ഈ 12 സെൻറ്റ് അദ്ദേഹത്തിൻ്റെ മൂത്ത ഷേഴാറിന് തങ്കപ്പന് കൊടുത്തതാണ്. ഈ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ 12 സെൻറ്റ് സ്ഥലം, അത് നല്ലാട്ടം മുതലാളി ഒരാളിവിടെ താമസിക്കുന്നറിയാം, എനിക്കറിയാം. പിന്നെ അദ്ദേഹമാണ് വാങ്ങിച്ച ആശ്രമത്തിന് വേണ്ടി കൊടുത്തത്. പിന്നെ ഭഗവാന്റെ 20 സെൻറ്റ്, ചേട്ടൻ്റെ 20 സെൻറ്റ്, അമ്മയ്ക്ക് 10 സെൻറ്റ്. അങ്ങനെ അതാണ് ഇത്രയും ഒരു കാമ്പൗണ്ട്. പിന്നെ ഇപ്പോൾ താഴെ നമ്മൾ ബാത്റൂമൊക്കെ കിടക്കുന്നത് രണ്ടാമത് സഹോദരി, ഈ ഇവിടുന്ന് പോയ സഹോദരിയുടെ മക്കൾ എഴുതി കൊടുത്തതാണ്. അതിൽ നിന്ന് വാങ്ങിച്ച് ചേർന്നതാണ്. അത്രയും ഇതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബസ്വത്ത് എന്നുള്ളത്. മനസ്സിലായി. ഇതാണ് ബാക്കി അപ്പോൾ നമ്മൾ വാങ്ങിക്കണം. ഫസ്റ്റിൽ ഒരു 5 സെൻറ്റ് വാങ്ങിക്കണമാണ്, വെള്ളത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി വാങ്ങിക്കണം. അതാണ് അത്യാവശ്യ കാര്യങ്ങളൊക്കെ. വെള്ളം ഞാനും വെട്ടാൻ പോയിട്ട് വന്നിട്ട് ഈ കിണറ്റിൽ ഇറങ്ങി തമ്മിലടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ദിവാരം പള്ളിയുടെ എടുത്തുകൊണ്ട് ഓടാ എന്ന് പറയും. വെള്ളത്തിൻ്റെ ദാരിദ്ര്യം അത്രയ്ക്കാണ്. എനിക്കറിയാം. കുളിക്കുക അവിടെ പോയി ഞങ്ങൾ 3 നമ്മൾ നിൽക്കുന്ന സമയത്തും കുളിക്കണമെങ്കിൽ അവിടെ പോകണം. 3:30 മണിക്ക് ഞങ്ങൾ പോയി കുളിച്ചിട്ട് അവിടെ നിന്ന് വെള്ളവും കൊണ്ട് വന്നിട്ടാണ് ഈ
ഈ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്ത് കഷ്ടപ്പാടെന്ന് എന്നാ പറഞ്ഞവർക്ക് അതെങ്കിലും അറിയാമോ? ഒന്നുമില്ല, എല്ലാ സൗകര്യമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഭഗവാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ സൗകര്യവും. എന്നെ ദുരുപയോഗപ്പെടുത്തി കളയുന്ന ആൾക്കാർ അതാണ് അറിയില്ലല്ലോ ഒരു ബുദ്ധിമുട്ട്. ഇത് എങ്ങനെ നമുക്ക് കിട്ടിയ ഭാഗ്യം നമ്മൾ ദുരുപയോഗപ്പെടുത്താൻ പാടില്ല, അതിനെ നിലനിർത്തി കൊണ്ടുപോകാം. അതുപോലെ ഇന്ന് ചിലപ്പോൾ ഇവിടെ വന്ന് ഓരോരുത്തർക്ക് ഉണ്ടായ അനുഭവങ്ങൾ ഇന്ന് ഇവിടെ വരുന്ന സഹകരിക്കുന്ന ഓരോരുത്തരുടെ പഴയ അവസ്ഥകൾ ചിലപ്പോൾ പ്രഭാകരന് അറിയാവുന്നുള്ള എത്ര ആർക്കും അറിഞ്ഞൂടാ. വ്യക്തിപരമായിട്ട് നമ്മൾ പറയണ്ട. അതാണ് ഞാൻ പറഞ്ഞത്, അറിയില്ലായിരിക്കും. അനുഭവം എന്തെല്ലാം കാര്യങ്ങൾ നേടിയിട്ട് അവരിപ്പോൾ ഇവിടെ കയറാത്തവരുണ്ട്. എന്തോ നന്ദി എന്നല്ലേ പറയാൻ പറ്റില്ല. നമ്മളോടല്ല, ഭഗവാനോട് കാണിക്കുന്ന ഒരു കൂറുകാണ്ട്. നമ്മൾ തമ്മിൽ എന്തെങ്കിലും സംസാരിച്ചാൽ വിഷയം തീർന്നു. ഈ സ്ഥാപനത്തോടും ഭഗവാനോടും കൂടി ഒരു കടപ്പാടുണ്ട് നമുക്ക്. പിന്നെ അത് മറക്കാൻ പാടില്ല. നമ്മൾ കാണിക്കേണ്ടത് ഈ ഗുരുത്വമാണ്. ഗുരുത്വമല്ല, അത് നിലനിർത്തണം. അതല്ലാത്തത് ഒന്നും നിലനിൽക്കത്തില്ല. അതാണ് ഇത്രയും സമയം അല്ല, ഇത്രയും കാര്യങ്ങൾ ചിലപ്പോൾ ഇത്രയും കാലം എനിക്ക് തോന്നുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളിൽ ഭഗവാനുമായിട്ട് ഇത്ര അടുത്ത ബന്ധമുള്ള, അല്ലെങ്കിൽ ഇത്രയും കൂടുതൽ ഭഗവാനുമായിട്ട് സഹകരിച്ചിട്ടുള്ള ആൾക്കാർ വേറെ കാണുമെന്ന് തോന്നുന്നില്ല. അവസാന കാലം വരെ അദ്ദേഹം ഇവിടെ ചൂവിട്ട് കിടന്നു. അപ്പോഴും ഞാൻ വന്നിരിക്കും. അവസാന കാലത്ത് അദ്ദേഹത്തിന് കുളിപ്പിക്കാനും മറ്റു കാര്യത്തിനും എല്ലാം ഞാൻ അതിന് മുമ്പേ താഴെ ഞങ്ങൾ എനിക്കറിയാം. എണ്ണ ഇട്ടോളൂ. ഈ മുതുവൊരു തഴുപ്പുള്ളത് പണ്ട് അതിൻ്റെ സംഭവം ഇടിവെട്ടി ഇതിനകത്ത് വെച്ചു. ഇടിവെട്ടി ഇവരൊക്കെ നിന്ന് തെറിച്ചങ്ങോട്ട് പോയി ഇടിവെട്ടിയത് മഴ ചെയ്തതാണ്. അതിൻ്റെ ഒരു ആഘാതം അദ്ദേഹത്തിന് മുതുവിൽ തട്ടിയിട്ടുണ്ടെന്ന്. അങ്ങനെ ഊണൊക്കെ കഴിച്ചിട്ട് അവിടെ കിടക്കുമ്പോഴത്തേക്ക് തൈലം ഇടും പ്രവാരാന്ന് പറയും. അതിനകത്ത് തൈലം ഇടും. ഞാൻ എന്നിട്ട് അപ്പുറത്ത് കിടക്കും. അങ്ങനെയാണ് കിടന്നത്. അന്ന് ഞങ്ങൾ 2-3 നേരം ഉള്ളൂ. അതിനു മുമ്പേ ലൈറ്റ് കൂടെ വരുന്നതിന് മുമ്പേ ഞാൻ ഒറ്റയ്ക്ക് ഇതിനകത്ത് കിടന്നിട്ടുണ്ട്. അന്ന് ഒരു തൂക്കുവിളക്ക് മാത്രം കിടന്ന് അന്ന് ഓല ഷർട്ടാണ് അവിടെ. രണ്ടാമതാണ് അപ്പുറത്ത് ചിന്താലയാശ്രമം അല്ലേ കരിക്കോത്തിലെ ജോത്സ്യസ്വാമിയുണ്ട്. അദ്ദേഹത്തിൻ്റെ കാര്യം കൂടെ പറയണം. പിന്നെ അദ്ദേഹത്തിൻ്റെ അത് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ വഴിക്ക് നിൽക്കേണ്ട ആളല്ല. കൈ നോക്കിയിട്ട് പറയും. കൈ നോക്കുന്ന ആളാണ്. ഹസ്തരേഖ. അപ്പോൾ ആ ഒരു രീതിക്ക് അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ട് സങ്കല്പിച്ചാണ്. അല്ല, അദ്ദേഹം പഠിപ്പിച്ചെന്ന് തോന്നുന്നു. വേറെ പഠിപ്പിച്ചാന്ന് അറിയണം. ഇങ്ങനെയാണ് പറഞ്ഞത്. അദ്ദേഹം സമാധിയായി അവിടെ. സമാധിയായപ്പോൾ അത് ക്യാൻസർ രോഗം കൂടെ സമാധി. എന്നാലും സമാധി പരമേശ്വര സ്വാമിക്ക് ക്യാൻസർ ആയിരുന്നല്ലോ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആ അസുഖം ഉണ്ടായിരുന്നു. സമാധിയായി. അപ്പോൾ സമാധിയായപ്പോഴത്തേക്കും ഉടനെ അദ്ദേഹം കള്ളിക്കാട്ടൊക്കെ സ്വാമി കള്ളിക്കാട്ടിൽ നിന്നാണ് തോന്നുന്നത്. പിന്നെ ഇവിടുന്ന് അവിടെ ആൾ പോയി. പിന്നെ അദ്ദേഹം അവിടെ നിന്ന് വന്നു. രാത്രി നടക്കുന്നു. രാത്രി തന്നെ അവിടെ നിന്ന് വന്ന് എല്ലാവരും അദ്ദേഹം അവിടെ പോയി കാര്യങ്ങളൊക്കെ ചെയ്ത് പൂലന്തറ നഗർ അർജുനൻ കണ്ടാക്കി ഇവരൊക്കെ വന്ന് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടാണ് കുഴിയും വെട്ടി സമാധിയിരുത്തി അടക്കിയത്. ഒരു പച്ച വെള്ളം ഇത് കഴിഞ്ഞ് വരുന്നവരെ കുടിക്കില്ല. അതിനിടയ്ക്ക് അപ്പോഴപ്പോൾ ഞങ്ങൾ ഇവിടെ വരും. ഞാൻ വരും. ഒരു സാധനം ഇതിനെ കൊണ്ടെടുത്തുകൊണ്ടാന്ന് പറയും. നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സമാധിയും നടന്നു. അതിലിപ്പോൾ ക്ഷേത്രമൊക്കെ വെച്ച് അവർ അവസാനം ഇപ്പം പിന്നീടാണ് നമ്മൾ പോകാത്തത്. ഇവർ വേറെ എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടിയൊക്കെ പ്ലാനിട്ട് സത്യാനന്ദ പറഞ്ഞു കൊടുത്തുകൊണ്ടായിരുന്നു. അവർക്ക് പണം വരുത്തണം എന്നുള്ള രീതിക്ക് പ്രശ്നം വയ്ക്കാൻ കാര്യത്തിനൊക്കെ അതിങ്ങനെ സമാധിയിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് നടക്കില്ല. അങ്ങനെ അതിന് ശേഷം നമ്മൾ പോലെ. എന്നാൽ ഇപ്പോഴീ കുംഭഭരണിക്ക് ഇങ്ങനെ അവിടുത്തെ വാർഷികം നടക്കും. അന്ന് ഇവിടെ എപ്പോഴും വന്ന് പുണ്യാകം മാറ്റിക്കൊണ്ട് പോകുകയാണ്. കഴിഞ്ഞ വർഷവും മാറ്റിക്കൊണ്ട് പോയി. അതിങ്ങനെ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവരുമൊക്കെ കുറേ ആളുകളൊക്കെ അതിലൊക്കെ മരിച്ചൊക്കെ പോയി. അതിലിപ്പോൾ 1-2 പേരേ ഉള്ളൂ. ബാക്കിയെല്ലാം ഒക്കെ തീർന്നത്. ഭഗവാന്റെ ഇപ്പോൾ ഇനി ഭഗവാന്റെ കുടുംബത്തിൽ ആരും ഇല്ലല്ലോ. ശേഷമാണ് അത്രേ ഉള്ളൂ. അല്ലാതെ ആരുമില്ല. ആരുമായിട്ടും ഭഗവാന് ബന്ധമില്ലായിരുന്നു. ഭഗവാൻ ഒരിക്കലും ബന്ധക്കാരെയോ അല്ലെങ്കിൽ ജാതിക്കാരെയോ മതക്കാരെയോ ഒന്നും ആ രീതിയിൽ ഒരു ആശ്രമമായിട്ടല്ല അദ്ദേഹം. എത്രയും മുസ്ലിങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും. പിന്നെ രമണ എന്ന് പറഞ്ഞ ഒരാളുണ്ട് പോത്തങ്കോട്ട്. ഇപ്പോഴും കഴിഞ്ഞത് വഹിക്കുന്നതിന് മുമ്പേ ഇവിടെ വരുവാണ്. അപ്പം ഇപ്പോഴും ഉണ്ട് പോത്തങ്കോട്ട്. കടയിട്ടിരുന്ന ചായക്കടയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അമ്മയ്ക്ക് കാണണമെന്ന് പറഞ്ഞപ്പോൾ രാത്രി ഞാനും ഭഗവാൻ ഇവിടെ അമ്മക്ക് പോകാൻ പൂലന്തറ ക്ഷേത്രം ഉണ്ടല്ലേ, ശാസ്ത്ര ക്ഷേത്രം, അതിൻ്റെ താഴ്വശത്താണ് ഇവരെ വീട് വരുന്നത്. അവിടെ ഞങ്ങൾ പോയിട്ടുണ്ട്. എന്നെ കൂടെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അതേപോലെ അർജുനൻറാക്കിൻ്റെ അവിടെ എന്താ ഒരു പൂജയ്ക്ക് കാര്യത്തിന് അന്ന് പൂജയ്ക്ക് ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അദ്ദേഹം വീട്ടിൽ പോകും. അത്രയും വേണ്ടപ്പെട്ടവർ കണ്ട്രാഗുമായിട്ടൊക്കെ നല്ല ബന്ധമാണ്. അവിടെയും പോയിട്ടുണ്ട്. ഇതേപോലെ അവരെയൊന്നും മറക്കാനൊക്കില്ല. ആദ്യകാലങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സഹകരിച്ചല്ല. അന്ന് ഒരു കാര്യം കൂടെ പറയാറുണ്ട്. അദ്ദേഹം പറഞ്ഞു, അർജുനൻറാക്ക് പറഞ്ഞു, പ്രഭാരം അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് പറയുകയാണെങ്കിൽ നീ എൻ്റെ കൂടെ പറയണം, എണ്ണ വാങ്ങിക്കാനൊക്കെ ഉണ്ടെങ്കിൽ. അങ്ങനെ ഒരു ദിവസവും വന്നിട്ടുമില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ പറയേണ്ടി വന്നിട്ടില്ല. അതൊന്നും ഒരു കാര്യവും മുടക്കം വരാതെ അന്നും പോയി ഇന്നും പോയിക്കൊണ്ടിരിക്കുക.
അന്നും ഇവിടെ ഭഗവാന്റെ ക്ഷേത്രത്തിൽ അണ്ണം പൂജ ചെയ്തുകൊണ്ട് അറിയാം, അന്നും ഈ ചൈതന്യത്തിന് ഒരു കുറവുമില്ലായിരുന്നു. ഇല്ല 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 അന്നും ചൈതന്യത്തിന് കുറവില്ല. കാരണം അന്നൊക്കെ പിന്നെ തിരക്കൊന്നുമില്ല, തിരക്കില്ല. വളരെ കുറച്ച് ഇല്ല, അന്ന് ആളുകൾ. തിരക്കില്ലെന്ന് പറയാൻ നോക്കില്ല. ആദ്യകാലത്ത് ഓല ഷെഡിലിരുന്ന് നാമം ചെല്ലുന്നതിൻ്റെ പടം ഇപ്പോഴും എൻ്റെ ഇരിപ്പുണ്ട്. 2 വരി നിറച്ച പിള്ളേർ ഇഷ്ടമാതിരി വലിയ ആൾക്കാർ പൂലന്തറ ദിവാരം പിള്ളേരമ്മ അതിൻ്റെ ഫോട്ടോ ഇപ്പോഴും ഇരിപ്പുണ്ടായിരുന്നു. അത് ശരി. ഞാൻ എന്തെങ്കിലും വന്നിട്ട് കാണിച്ചു തരാം. അത് അന്ന് നമ്മൾ ഫ്രണ്ടിൽ കൂടിയാണ് കയറി വരുന്നത്. അതല്ലാണ് കയറി അതുവഴി വരും. ആ ചെക്കൊക്കെ ആട്ടിക്കൊണ്ടിരിക്കുന്ന ഈ മണിയൻ്റെ കിട്ടൻ്റെ വീട്ടിലാണ് ചെക്ക് കാട്ടി. അതിലാണ് കയറി വരുന്നത്. എല്ലാവരും അതിലാണ് കയറി. എനിക്ക് ചില ഓർമ്മയുണ്ട്. ഞാൻ അതിൽ വരുമ്പോൾ ചെക്കുണ്ട്, അതെ, അവർ ചെക്ക് ആട്ടിക്കൊണ്ടിരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ചെക്ക് ആദ്യമായിട്ട് കാണുന്നത്. ഇവിടെ വന്നപ്പോഴാണ് ചെക്ക് ആട്ടിക്കൊണ്ടിരിക്കുന്നത്. അന്ന് അവരെല്ലാം ഇവിടെ സഹകരിച്ച് നിൽക്കുന്ന ആളുകളായിരുന്നു. അപ്പം അതന്നെ പോലെ അണ്ണനും അതുപോലെ കുറച്ച് ആളുകൾ. ഈ നാട്ടുകാർ കുറേ പേര് വിട്ടു മാറിയത് ഈ കേസോട് കൂടി പാർട്ടിക്കാരാണ് ഇതിന് ജാതിയും മതവും ഒക്കെ ആയി. മതമായി. അങ്ങനെയാണ് കുറേ ആൾക്കാർ അദ്ദേഹത്തിനും പിന്നെ അതിനോട് ഉറപ്പായി. ഈ നാട്ടിലുള്ള ആൾക്കാർ എല്ലാവരും ശരിക്കും ആൾക്കാർ ഇവിടെ വരുന്നത്. കുന്തളയൊക്കെ ഉള്ള ആൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നു. വൈകുന്നേരത്ത് പൂജയ്ക്കും പിന്നെ പായസത്തിന് കൊണ്ടുവരും. ഇവിടെ നമ്മൾ പായസം വെച്ചു കൊടുക്കും. ഇപ്പോഴാണ് പായസത്തിന് പൈസ അടപ്പില്ലേ, സാധനം എല്ലാം കൊണ്ടുവരുമായിരുന്നു. അമ്പലത്തിൽ കൊണ്ടുപോകും പോലെ ഇവിടെ കൊണ്ടുവരുമായിരുന്നു. അരിയും ശർക്കരയൊക്കെ കൊണ്ടുവരും തേങ്ങി. നമ്മൾ പായസം വെച്ച് വേദിച്ചിട്ട് അവർ കൊടുക്കും. അവർ വീട്ടിൽ കൊണ്ടുപോകും, വിളമ്പുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെ ക്ഷേത്രത്തിൻ്റെ അതേ ചിട്ടയിൽ എല്ലാ കാര്യങ്ങളും നടന്നു വന്നത് തന്നെ. പിന്നെ ഇപ്പോഴും അതിനൊരു കുറവില്ല, എല്ലാ കാര്യങ്ങളും നടക്കുക തന്നെ. ആദ്യത്തെ ഒരു ഇതങ്ങ് മാറിയെന്ന് ഞാൻ പറയണം. ആദ്യത്തെ ഒരു നാട്ടുകാരുടെ സഹകരണം. ഇപ്പം പിന്നെ ഇപ്പം എല്ലാവർക്കും വരാൻ താല്പര്യമുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. ആരും അയൽവക്കത്തുള്ളവർക്കൊക്കെ സഹകരിക്കണമെന്നുണ്ട്. ഈ അപ്പുറത്തെ കൂട്ടുകാരൊക്കെ സഹകരിക്കുന്നുണ്ട്. ഇപ്പം ആർക്കും ഒരു പ്രശ്നമില്ല. അപ്പോൾ എല്ലാവർക്കും വരാമെന്നുള്ളൊരു സ്വാതന്ത്ര്യവും കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പം സ്വാതന്ത്ര്യം കൊടുത്ത് അതുകൊണ്ട് ആർക്ക് കുറവ് വരാം, മര്യാദയ്ക്ക് വന്ന് പ്രാർത്ഥിക്കുക, എന്തോടെ ചെയ്യാൻ പോവാം. അതൊക്കെയല്ലേ വേണ്ടിയല്ല. അതിനിപ്പോൾ കൂടുതലും തോന്നിയത് അതുപോലെ അനുഭവങ്ങൾ ചിലപ്പം അണ്ണന് ഒരുപാട് അനുഭവങ്ങൾ കാണും. ഒരുപാട് അനുഭവങ്ങൾ ഞാൻ പറഞ്ഞില്ല. ആദ്യം ഞാൻ സ്വപ്നം കണ്ടാണ് കൂടെ വരുന്നത് രാവിലെ. അപ്പോഴാണ് ഇത് എടുത്ത് തരണം ചോറ് തലേ ദിവസം വെച്ചത് മാറ്റി വെച്ചേക്കും. അതുപോലെ എല്ലാ കാര്യങ്ങൾ. പിന്നെ ഒരു കാര്യം കൂടെ പറയണം, അത് അമ്മ പറഞ്ഞാണ്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് 33 വയസ്സ് വരെ ആയുസുള്ളൂ എന്ന്. അങ്ങനെ അമ്മ വന്ന് അദ്ദേഹത്തിൻ്റെ പറഞ്ഞെന്ന്. അമ്മ ഇത്രയും കാലം മരിച്ചു വന്നു. അപ്പോൾ അമ്മയോട് പറഞ്ഞു, നിങ്ങൾ പേടിക്കണം, അവൻ ഇവിടെ നിൽക്കട്ടെ. ഇപ്പോൾ എനിക്ക് 69 വയസ്സായി. അന്ന് തൊട്ട് ഇവിടെ വന്നതിന് ശേഷം ഞാൻ പിന്നെ മാറി നിൽക്കുന്നത്. അമ്മ മരിച്ചപ്പോഴത്തേക്ക് 16 ദിവസം വിലയായിരുന്നു, അതൊക്കെ അറിയില്ല. പിന്നെ കല്യാണം കഴിച്ചില്ല, ഞാൻ എല്ലാ ദിവസവും കൂടെ വരും. അന്ന് തൊട്ട് ഇതുവരെ. പിന്നെ ഈ ഒരു ഇടയ്ക്ക് ഒരു 2-3 മാസം കയറി വരാത്തില്ല. ഈ ബെർലിൻ അന്ന് മാത്രമേ, അല്ലാതെ ഒരു ദിവസവും ഞാൻ ഇവിടെ ആയിരിക്കില്ല. അന്ന് വരാത്ത ദിവസം അതന്നെ ഞാൻ പറഞ്ഞു. അതാണ് അത് ഒരിക്കലും പറഞ്ഞു, ദൂരെ നിന്ന് പോട്ടെ, നീ ഇവിടെ എവിടെയെങ്കിലും കിടയുടെ 2 സെൻറ്റിന് കൂടെ കിട്ടും. ഇത് ഈ ലാഭത്തോടാണ് പറഞ്ഞത്. അതിനുശേഷം ആ പെണ്ണ് ഞാൻ മാമ എൻ്റെ ഒരു ബന്ധുവും കൂടെയാണ് അത് തന്നത്. മാമ എൻ്റെ സ്ഥലം കൊടുക്കും, ആശ്രമത്തിൽ ആരെങ്കിലും വരണമെങ്കിൽ വിളിച്ച് കാണിക്കണം. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ എന്നാ നീ വാങ്ങിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് വാങ്ങിക്കുന്നത്. നടയിൽ തന്നെ കിട്ടി. ടോപ്പിൽ എനിക്ക് 40 സെൻറ്റ് ഉണ്ടായിരുന്നു, അത് കൊടുത്ത്. അത് ആദ്യം നമുക്ക് ഞാൻ ഇവിടെ കൊടുക്കാമെന്ന് പറഞ്ഞു. അന്ന് അമ്പിയാണ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ പറഞ്ഞപ്പോൾ അദ്ദേഹം സമയം പറഞ്ഞാൽ നീ അമ്പിയുടെ പറയണേന്നായി. അമ്പിയുടെ പറഞ്ഞാൽ പൈസ ഇല്ലാന്ന് പറഞ്ഞു. പിന്നെയാണ് ഞാൻ ശാന്തിയിലുള്ള ഒരു പാർട്ടിക്കാണ് ഈ കൊടുത്തത്. അതിലിപ്പോൾ 2-3 വീട് വെച്ചിട്ടുണ്ട്. ബാക്കി 40 സെൻറ്റാണ് നമുക്കിപ്പോഴവിടെ ഉള്ളത്. അത് കടമ്പാട് തന്നെ ഞാനും കൂടെയാണ് വാങ്ങിക്കുന്നത്. 40 സെൻറ്റ് ഞാൻ വാങ്ങിച്ച് 40 സെൻറ്റ് കടമ്പാടം വാങ്ങി. അത് ഇവിടത്തേക്ക് വേണ്ടിയാണ് അന്ന് അയാളെ വാങ്ങിച്ചത്. പിന്നെ ആ പൈസ കൊടുത്താണ് അയാൾക്ക് ഇവിടത്തേക്ക് ആശ്രമത്തിന് വേണ്ടി എഴുതി കൊടുത്തത്. കടമ്പാടിന് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. നല്ല ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇവിടെ വന്ന ജമ്മാളിനെ വന്നാലും പിന്നെ ഓണത്തിന് വന്നാലും എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്തിട്ടേ വീട്ടിൽ പോകും. എല്ലാ കാര്യവും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതെ, തീർച്ചയായിട്ടും. ഇപ്പോഴും ഇപ്പം ചില ശാരീരിക ബുദ്ധിമുട്ടുണ്ടോ? അല്ല, ഇപ്പം അത് കടമ്പാടം മരിച്ചു പോയി. അല്ല, അത് തന്നെ. പിന്നെ ശാരീരിക ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത് അവസാനം കുറച്ചു നേരം വരാൻ പറ്റാതെ ആയിപ്പോയി. അങ്ങ് അന്ന് നല്ല. പിന്നെ പള്ളിപ്പുറം മണിയൻ, അവൻ്റെ കാര്യവും പറയാതെ പഴയ ഒരാളാണ്. എനിക്കറിയാം. മണ്ഡപത്തിൻ്റെ ശില്പി എന്ന് പറയുന്നത് അവനാണ്. പ്ലാൻ വരച്ച് കൊടുത്തത് ഇവരാണ്. എഞ്ചിനീയർ ഷായി സാറും അദ്ദേഹത്തിൻ്റെ ഒരു ഓഫീസറുണ്ട്. അപ്പോൾ അതിന് അകത്ത് ഇങ്ങനെ കാളമാണ് വന്നത്. അപ്പോൾ അവൻ കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൊണ്ട് കാണിച്ചിട്ട് പറഞ്ഞു, ഇതിങ്ങനെ കാളം അകത്ത് വന്നാൽ കൊള്ളില്ല, കടകൾ കണക്കായിപ്പോവും. അതുകൊണ്ട് നമ്മൾ മുകളിൽ നോക്കി കാളം ഇരിക്കും, ഭീം അടിയിൽ വരും. അപ്പോൾ അത് പറഞ്ഞ് എന്തിനാണ് നീ നിനക്ക് തോന്നുന്നത് ചെയ്യണേ എന്ന് പറഞ്ഞു. അപ്പം പിന്നെ അതിനൊക്കെ ഈ ഭീമെല്ലാം മുകളിലാക്കി. ഇപ്പോൾ താഴെ ഫ്ലൈറ്റായിട്ട് ഇളകിയാണ്.
മറ്റേ നമ്മൾ മുറി കളിക്കാൻ ബീം അടിയിലായ മണ്ടത്തിൽ ശോഭ വരില്ല. അങ്ങനെയാണ് അത് ചെയ്തത്. ആ താമര ചെയ്തത് അവനാണ് സൈഡ്. അതൊക്കെ അവൻ്റെ കണക്കിനാണ്. പക്ഷേ അവനും ഒരു കാലം ആവുന്ന പെട്ടെന്ന് അങ്ങ് പോയി. എങ്ങനെ പറ്റിപ്പോയെന്ന് അറിഞ്ഞു. എനിക്കറിഞ്ഞില്ല. എനിക്ക് എൻ്റെ വളരെ ഇവിടെ വരുമ്പോൾ ഏറ്റവും വലിയ കൂട്ടുകാരൻ അടുക്കള കാര്യങ്ങൾ ചെയ്യാൻ ഏകദേശം ഞങ്ങൾ ഏതൊക്കെ ഒരേ പ്രായക്കാരുമാണ്. എന്ത് ചെയ്യാനും കൊടുക്കാനാണ്. എന്ത് ചെയ്യാനും പണിയരായാലും ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ എല്ലാത്തിനും ഒരു മടിയില്ലാത്ത ഒരുത്തനാണ്. എപ്പോഴും ആക്റ്റീവാണ്. അതൊക്കെ ഒരു കാലം അന്നൊക്കെ ഉണ്ടാകും. അത് കഴിഞ്ഞിപ്പം അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല, ഇല്ലാതെയായി. പിന്നെ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഒരുപാട് കാര്യങ്ങൾ അത് അനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ട് നമുക്ക്. ഈ ഇടയ്ക്ക് തന്നെ എനിക്ക് ചെറിയൊരു അസുഖം പെട്ടെന്ന് കൂടി, BP കുറഞ്ഞു പോയി. ഞാൻ ഇപ്പുറത്തെ ഒറ്റ മുറിയിലാണ് കിടക്കണം. എനിക്ക് സംസാരിക്കാൻ പാടില്ല, ഛർദ്ദിച്ചായിട്ടൊരു ഓർമ്മയുണ്ട്. ഒരു ദിവസവും എൻ്റെ മെമ്മറതാരെ എന്നെ വന്ന് നോക്കണതല്ല, അത് എന്തോ ഓർമ്മയില്ല. അവർക്ക് വന്ന് നോക്കിയപ്പോൾ ഞാൻ ഇങ്ങനെ കിടക്കണം. വിളിച്ചിട്ട് എനിക്ക് ഇരിക്കാനും പാടില്ല, സംസാരിക്കാൻ പാടില്ല. കൊച്ചുകളെന്ന് വിളിക്കാൻ അച്ഛാ വിളിക്കുന്നു പറഞ്ഞു. പിന്നെ അതുങ്ങൾ അപ്പുറത്തെ വീട്ടിൽ അതുങ്ങൾ ഇത് വിളിയും കേട്ടോണ്ട് അവർ ഓടിക്കൊണ്ടുവന്നു. ആ ഒരു പെണ്ണിനെ അറിയാം പഞ്ചാര പെട്ടെന്ന് കുറഞ്ഞാണ്. അവൾ പറഞ്ഞത് ഉപ്പ് വിലയിൽ കൊടുക്കുക. ഉപ്പ് ഇറക്കി കുടിച്ച് ഇപ്പോഴാണ് എനിക്ക് നാക്ക് വെളിയിൽ വന്നത് സംസാരിക്കാൻ. ഇതെല്ലാം ഭഗവാന്റെ ഒരു മായാവിലാകും. തീർന്നു പോകും. പിന്നെയാണ് നമ്മൾ ആശുപത്രി കൊണ്ടുപോകണം. അദ്ദേഹം കൊണ്ടുവന്ന് പിന്നെ വേറെ പയ്യനെ വിളിച്ച് ആശുപത്രി പോകണം. ഇതേപോലെ എല്ലാ അനുഭവങ്ങൾ വ്യക്തമായിട്ട് അനുഭവങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഈ ചെയ്യണതിൻ്റെ ഫലം അദ്ദേഹം കൈവിട്ടിട്ടില്ല, കൈവിടില്ല. ആ ഒരു വിശ്വാസത്തിൽ തന്നെ ഇപ്പോഴും ജീവിക്കണം. അത് തന്നെ നമുക്ക് എല്ലാം അദ്ദേഹം ഉള്ളു, അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. ഞാൻ ഒരുപാട് അമ്പലത്തിലും പോവില്ല. എന്നെ അവർക്ക് പറഞ്ഞു, നീ നിൻ്റെ കുടുംബക്ഷേത്രത്തിൽ പോകണം, അഴൂർ ദേവി ശാർക്കര അമ്മ ഇപ്പുറത്തിരിക്കണ ദേവിയാണ് നമ്മളെ കുടുംബദേവതയാണ്. അങ്ങനെ അവിടെ പോകും വല്ല പ്രാണ്ടിൽ ഒഴിക്കാം, അത്രയേ ഉള്ളൂ. അല്ലാതെ അവിടുത്തെ അമ്പലത്തിൽ ഞാൻ പോയില്ല. ഇവിടെ വന്നതിന് ശേഷം അദ്ദേഹം നമുക്കില്ല ഇത് തന്നെ. ഗണോതിവാഹനം കഴിഞ്ഞിട്ടും ദേവീ സങ്കല്പവും മുരുകനെ പാദസ്വർണ്ണം പിന്നീട് മുരുകനെ പ്രതിഷ്ഠ നടത്തുന്നത് അതുമെല്ലാം അതുകൊണ്ട്. പിന്നെ അതിന് മുമ്പേയൊക്കെയാണ് ഈ സമാധി കുഴി കെട്ടിയതും എല്ലാ പൂജയും അടക്കിട്ടിരുന്നത്. അതൊക്കെ ചരിത്രത്തിൽ പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ സമാധി ഭഗവാൻ നേരത്തെ ഉണ്ടാക്കി അദ്ദേഹത്തിന് അദ്ദേഹം വിചാരിച്ചടക്ക് സമാധി വെക്കാത്തതില്ല. എൻ്റെ ഒരു അറിവ് അദ്ദേഹത്തിന് ഈ അസുഖം പിടിപെട്ടിക്കൊണ്ട് ഓപ്പറേഷൻ ചെയ്തതിൻ്റെ ബുദ്ധിമുട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ അത് നമുക്ക് അതറിയാൻ പറ്റില്ല, എന്നറിഞ്ഞൂടാ. ഭഗവാൻ നിശ്ചയിച്ചത് അദ്ദേഹം നിശ്ചയിച്ച ദിവസമല്ലേ പോയുള്ളൂ. അദ്ദേഹം നിശ്ചയിച്ച ദിവസം, അദ്ദേഹം എഴുതി വെച്ച ദിവസം, അദ്ദേഹം പ്ലാൻ ചെയ്ത ദിവസം, അദ്ദേഹം നേരത്തെ തീരുമാനിച്ചതാണ്. അത് പറയുകയാണെങ്കിൽ ഒരു ദിവസം ഞാൻ ഭഗവാൻ സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് ഞാൻ അന്നറിയാലോ, ഞാൻ അകത്ത് കയറി പോകും, ഭഗവാന്റെ അടുത്ത് പോകും. അപ്പോൾ ചെന്നപ്പോൾ ഭഗവാൻ ഇങ്ങനെ സംസാരിക്കാൻ വയ്യ. അപ്പോൾ ഞാൻ പറഞ്ഞു ഭഗവാനെ എൻ്റെ കൂടെ. അപ്പോൾ പറഞ്ഞു, പിള്ളയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ പിള്ളേ? എന്തുണ്ടെങ്കിലും പിള്ള പറയണം, ഞാൻ കിടക്കണേന്ന് നോക്കണ്ട. ഞാൻ പിള്ളയ്ക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞാൻ ചോദിക്കാനാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്ന് ഞാൻ വളരെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് ഒരേ ഒരു ആഗ്രഹമുള്ളൂ സ്വാമി, ഭഗവാൻ പഴയതുപോലെ തിരിച്ചു വരണം, എനിക്ക് തിരിച്ചു വരണം. അത് എനിക്ക് വരാൻ പറ്റില്ല പിള്ളേ ഇനി, കാരണം ഞാൻ ഇനി വരില്ല. പിന്നെ ഞാനിപ്പോൾ അനുഭവിക്കുന്നതൊന്നും ഞാൻ ഈ ജന്മം ചെയ്തതോ അല്ലെങ്കിൽ ഇപ്പോഴുള്ളതോ അല്ല. ഇനി അങ്ങോട്ട് കുറേ പേര് കഷ്ടപ്പെടാൻ കിടക്കണതിൻ്റെ കഷ്ടപ്പാട് തീർത്തിട്ട് പോകാൻ വേണ്ടി ഞാൻ കിടക്കുകയാണ് പിള്ളേ. അപ്പോൾ നമ്മളെപ്പോലെയുള്ള മഹാഭാവികൾ ഇനി കിടന്ന് അനുഭവിക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹം അനുഭവിച്ചിട്ട് പോവുകയാണ്. അതും കൂടി തീർത്തിട്ട് പോവുകയാണ്. കാരണം ഇതുവരെ എടുത്തതെല്ലാം അദ്ദേഹത്തിന് തീർത്ത് കഴിഞ്ഞതിന് ശേഷം ഇനി അങ്ങോട്ട് വരാൻ പോണ ഭാവികളുടെ ഭാവവും കൂടി എടുത്ത് അനുഭവിച്ചിട്ട് പോയതാണ്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ പിന്നെ എനിക്കൊന്നും പറയാനില്ല. കാരണം അദ്ദേഹം അനുഭവിക്കുന്നത് ഇനി അങ്ങോട്ടുള്ള ഫലം ചിലപ്പം നമ്മളൊക്കെ ഒരു ജന്മം കിടക്കേണ്ടതായിരിക്കും ഭഗവാൻ ഒരു ദിവസം കൊണ്ട് അനുഭവിച്ച് തീർത്തത്. അങ്ങനെ എത്രയോ പേരുടെ പാവം തീർത്തതിന് ശേഷമാണ് ഭഗവാൻ ജീവസമാധിയിലേക്ക് പ്രവേശിച്ചത്. പിന്നെ അണ്ണനെ സംബന്ധിച്ചിടത്തോളം മഹാഭാഗ്യം ചെയ്തവനാണ്. മഹാഭാഗ്യം ചെയ്തത് എന്ന് പറയാൻ കാരണം, ഒന്ന് ഭഗവാന്റെ ക്ഷേത്രം, ഭഗവാൻ സ്ഥാപിച്ച ക്ഷേത്രത്തിൽ അവിടെ ഭഗവാൻ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അത് ജീവനുള്ള വിഗ്രഹം, ഗണപതി, ജീവനുള്ള ഗണപതി. അതിൽ ആ ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യാനുള്ള ഭാഗ്യം എത്രയോ കാലം വളർന്നു വന്നതാണ്. വന്നേ അത് തന്നെ. ആ സ്വയംഭൂവിൽ പൂജ ചെയ്യാനുള്ള 10-30 വർഷത്തിലേറെ പൂജ ചെയ്യാനുള്ള പുണ്യഭാഗ്യം, ഇതൊക്കെ ചെയ്യാനുള്ള ഹോമം ആരെങ്കിലും ഒരാൾ പറയുകയാണെങ്കിൽ അപ്പോൾ ചെയ്ത് പറ്റുന്നതിന്
ഭഗാവ് സാറെന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ആ, അത് കേട്ടിട്ടുണ്ട്. അതെ. അദ്ദേഹത്തിനൊക്കെ പോയി എത്ര പൂജ ഞാൻ ചെയ്തിട്ടുണ്ട്. ഗണപതി വാങ്ങിച്ചു അതെ. കുടുംബസമയത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. അത് ശശികാരെന്ന് പറഞ്ഞ ഒരാൾ വരും, ജോത്സ്യൻ, നല്ലൊരു ജോത്സ്യൻ. ഇവർ രണ്ടും രാത്രി ചിലപ്പോൾ 8 മണിക്കൊക്കെ ആകുമ്പോഴാണ് വരുന്നത്. പോകുമ്പോൾ രാത്രി 12 മണിയാകും. അത് നേരെ ഇവിടെ ഇരിക്കും, സംസാരിച്ചും പറഞ്ഞിരിക്കും. അതുപോലെ പിന്നെ ഏറ്റവും വലിയ പുണ്യം കിട്ടിയതെന്ന് പറയാൻ കാരണം അത് വിഗ്രഹത്തിൽ ഉള്ള ചെയ്തു ഭഗവാന് ഡയറക്റ്റ് ദേഹത്ത് എണ്ണയിടാനും ഭഗവാന്റെ ദേഹത്ത് തൊടാനും ഭഗവാനെ തടവാനും ഭഗവാനെ ശുശ്രൂഷിക്കാനും കിട്ടിയ പുണ്യം. 3 തമ്പുരാന് ആഹാരം വെച്ചു കൊടുക്കാനുള്ള ഭാഗ്യം. കഴിച്ചിട്ട് ബാക്കി അതെ, അത് കിട്ടാനുള്ള ഭാഗ്യം. അല്ല, എനിക്ക് കിട്ടിയിട്ടുള്ള എൻ്റെ ആകപ്പാടുള്ള പുണ്യം എന്ന് പറയുന്നത് ഭഗവാന് ആഹാരം വെച്ചു കൊടുക്കാനും നിങ്ങൾ കുറേ കാലം ചെയ്തല്ലേ അത് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയതാണ് എൻ്റെ വിജയം. നമ്മൾ ഇന്ന് വരെ ചിലപ്പോൾ എന്തെങ്കിലും ആയി തീർന്നിട്ടുണ്ടെങ്കിൽ ആ ഭഗവാന്റെ കാരുണ്യം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, 2 വർഷത്തോളം കാലയളവ് ഉച്ചയ്ക്ക് ആഹാരം വയ്ക്കും, ആഹാരം തീർന്നു പോകും, എല്ലാവർക്കും തീരും. അവസാനം ഒരു മൺപാത്രത്തിൽ ഭഗവാന് ശകലം ചോറും കറിയും കൂടി വയ്ക്കും. ദൈവം ഇരുമ്പിൻ്റെ പണി ചെയ്തുകൊണ്ട് വന്നിട്ട് പെട്ടെന്ന് കൈ അതിൽ തന്നെ കഴുകിയിട്ട് വന്ന് നിന്നുകൊണ്ട് ഇതിൽ കുറച്ച് വാരി കഴിക്കും. പിള്ള കഴിച്ച പിള്ളേ പറഞ്ഞില്ല, നമുക്കിത് കഴിക്കും, ഇത് മതി എന്ന് പറഞ്ഞ് ഇത് കഴിച്ചിട്ട് ഈ പാത്രത്തോട് തരും. ഞാൻ ഈ പാത്രത്തിൽ നിന്ന് തന്നെ ബാക്കിയുള്ളത് കഴിക്കുമായിരുന്നു. എനിക്കറിഞ്ഞൂടാ ഈശ്വരൻ കഴിച്ചതിന് കഴിച്ചുവിടുന്ന ഒന്നും അറിഞ്ഞൂടാ. എൻ്റെ 15 വയസ്സിൽ എനിക്കൊന്നും അറിയില്ല. ഞാൻ ഇതിൽ നിന്ന് ഇത് കഴിച്ചു. ആ എച്ചിൽ തിന്ന ശക്തിയാണ്, ആ പുണ്യമാണ് നമുക്കുള്ളത്. അതുപോലെ ഭാഗ്യം കിട്ടിയ ഒരാളാണ് അണ്ണൻ. അങ്ങനെ ആ ഭാഗ്യം ഇതൊന്നും ആർക്കും കിട്ടൂല. ഇനി എന്തൊക്കെയെന്ന് പറഞ്ഞാലും ആർക്കും കിട്ടൂല. എന്ന് വെച്ചാൽ നമ്മൾ അതുകൊണ്ട് അഹങ്കരിക്കാൻ പാടില്ല. എന്താ അഹങ്കരിക്കാൻ? നമ്മളിപ്പോഴും പഴയ നിലയ്ക്ക് 100% അങ്ങനെ പഴയ നിലയ്ക്ക് തന്നെ ഇപ്പോഴും പോകണം. അല്ല, അങ്ങനെ പോകണം, അവസാനം വരെ അങ്ങനെ പോകണം എന്നുള്ളതാണ്. അതെ, അത് ഇന്ന് വരെ കണ്ടിട്ടുള്ളതല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കൊച്ചിലെ ഇവിടെ വരണ സമയം തൊട്ട് കാണുന്ന ഒരാളാണ് അണ്ണനെ. അന്ന് ഇന്നും നമ്മൾ തമ്മിൽ കാണുമ്പോഴും പ്രഭാര അണ്ണനെ ഞാൻ അല്ലെങ്കിൽ ചേച്ചിയെ കാണുമ്പോൾ ചോദിക്കാം, അണ്ണൻ വന്നില്ലേ? കാരണം അന്നും ഇന്നും ചിരിച്ചുകൊണ്ടല്ലാതെ നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല. കാരണം നമ്മൾ ഭഗവാനുമായിട്ടുള്ള ബന്ധമാണ്, അല്ലാതെ നമുക്ക് വേറെ ആരുമായിട്ടുള്ള ബന്ധമല്ല. എത്രയോ ആൾക്കാർ അവിടെ നിങ്ങളെ കുടുംബമായാലും നിങ്ങളെ മച്ചമ്പി ആയാലും അവരൊക്കെ എന്ത് വലിയ കാര്യമാണ്. കേടാർമാർ തന്നെ ഇപ്പം വലിയ കാര്യമാണ്. അവരൊക്കെ വന്നാൽ ഒരു കുടുംബമാണല്ലോ നമ്മൾ. തീർച്ചയായും നമുക്കിവിടെ വേറെ ജാതിയില്ല, മതമില്ല, ഒന്നുമില്ലാത്ത ഒരേ വഴി നമ്മൾ തമ്പുരാൻ ഇതിനെ എല്ലാത്തിനും അതീതനായിട്ടാണ് നമ്മളെ യോജിപ്പിച്ച് കൊണ്ടുപോയത്, കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോയത്. ആ ഒരു ഐക്യം ഇനിയും മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് ഒരു താല്പര്യം. എന്നാൽ ഇതിനെതിരെ അതിന് വേണ്ടി എല്ലാ കാര്യവും ഒത്തു പ്രവർത്തിച്ച് തന്നെ പോകണം. കാരണം ഇതിനെതിരെ ആര് ചിന്തിച്ചിട്ടുണ്ടോ, ആര് പ്രവർത്തിച്ചിട്ടുണ്ടോ അവർ നിന്നിട്ടില്ല. നമ്മളത് മനസ്സിലാക്കുന്ന കാര്യമാണ്. ഇതിനകത്ത് അല്ലാതെ ചിന്താഗതിയോടുകൂടി ജാതിയോ മതമോ പൈസയോ ബന്ധമോ കണ്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളും ഇവിടെ ഇല്ല. നിന്നിട്ടുള്ള ആരാണ് നിലനിന്നിട്ടുള്ളത്? നിൽക്കാൻ പറ്റില്ല, തെറിച്ചു പോകും. പിന്നെ ആദ്യകാലത്ത് അദ്ദേഹത്തിന് സമാധിക്ക് ശേഷം പിന്നെ 1-2 ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിന് മാറ്റിയ ശേഷം ഇപ്പോഴും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളെ ജയകുമാർ ആണ് അദ്ദേഹം കാര്യങ്ങൾ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അന്നത്തെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ അറിയുന്നുണ്ട്, പുതിയ ആൾക്കാർ വരുന്നുണ്ട്. ട്രസ്റ്റിന്റെ ട്രസ്റ്റ് നല്ല ശക്തമായിട്ടാണ് 3 ആശ്രമങ്ങളും ഇപ്പം തന്നെ നമ്മളെ വികസന പ്രവർത്തനങ്ങൾ ഇതെല്ലാം. ഇതിപ്പോൾ നോക്കിക്കോളാം, അവിടെ നമ്മൾ അന്നദാന മണ്ഡപവും ഇതും വരുന്നതോടുകൂടി ഇതിനകത്തു നിന്നുള്ള ഇതെല്ലാം മാറി വരുമ്പോൾ ആ ഒരു അന്തരീക്ഷത്തിലേക്ക് മാറും ഇത്. അതിനെല്ലാം അത് ഭഗവാൻ തീരുമാനിച്ചാലേ പറ്റുള്ളൂ. ഭഗവാൻ പണ്ടും എന്ന് വെച്ചാൽ ഭഗവാൻ ഇരിക്കുന്ന അത്രയും കാലയളവ് ഇവിടെ വികസനം വേണ്ട എന്ന് ചിന്തിച്ച ആളാണ് ഭഗവാൻ. ബാക്കി എല്ലായിടും ഭഗവാൻ ഇരുന്ന കള്ളിക്കാടിനെ വളർത്തി അവിടെ ഇപ്പോൾ യാതൊരു രീതിയിലാക്കി, സ്വർഗതുല്യമാക്കി മാറ്റി. ഇപ്പോൾ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പം അവിടെ ഭഗവാൻ ഇരുന്നിടത്താണ് ബ്രഹ്മോസ് വന്നത്, ഭഗവാന്റെ മുമ്പിൽ ബ്രഹ്മോസ് വന്നത്, അതുപോലെ ഫോറൻസിക് യൂണിവേഴ്സിറ്റി വന്നത്. അങ്ങനെ സ്ഥാപനങ്ങളെല്ലാം വന്ന് 180 ഏക്കർ കേന്ദ്രത്തിന് കൊടുത്ത് അവിടെ ഇത്രയും വലിയ സ്ഥാപനങ്ങളെല്ലാം ഭഗവാന്റെ മുമ്പിലാണ് വന്നത്. ഇപ്പം തന്നെ ആശ്രമത്തിൻ്റെ ഫ്രണ്ടിൽ 1 സെൻറ്റ് സ്ഥലത്തിന്, ഇപ്പം ഞാനൊക്കെ താമസിക്കുന്ന അവിടെയൊക്കെ 1 സെൻറ്റ് സ്ഥലം 6 ലക്ഷം രൂപയാണ്. അതിപ്പം ഇതെല്ലാം കൂടി വന്ന് അതിൻ്റെ ഇരട്ടിയിലേക്ക്, ഇതെല്ലാം അവിടെ കാട് പിടിച്ച് മനുഷ്യ സഞ്ചാരമില്ലാതെ കിടന്ന സ്ഥലമാണ്. അതിനെ പുണ്യഭൂമിയാക്കി ഭഗവാൻ.
ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അല്ലെങ്കിൽ ഭഗവാന്റെ പാദസ്പർശം കൊണ്ട് അവിടെ നമുക്ക് പുണ്യഭൂമിയായി മാറി. അവിടെ ഇനി ഇതൊന്നും ആയിരിക്കില്ല വരാൻ പോണത്. കാരണം ഭഗവാൻ 50 വർഷം ഇരുന്ന് 50 വർഷം ഇരുന്ന് കർമ്മഭൂമിയാക്കി മാറ്റിയ സ്ഥലമാണ്. കർമ്മഭൂമിയാക്കി ഞാൻ ഒരു 6 മാസം നിന്നിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്. റബ്ബർ വെട്ടാൻ രാവിലെ സൈക്കിളിൽ അവിടെ പോയി റബ്ബർ വെട്ടിയിട്ട് വന്ന് അവിടെ എനിക്ക് ഓർമ്മയുണ്ട്. സൈക്കിളിൽ ചവിട്ടി ഉഷമലയാളിയില്ല. അതെ, എസ്റ്റേറ്റ് ചെട്ടി എനിക്കറിയാം. ഓർമ്മ അങ്ങനെയൊക്കെയുള്ള എത്രയോ കാലങ്ങൾ നമ്മൾ ഇത്രയും സമയം. കാരണം ഇപ്പോൾ പ്രവാരണം വന്നതുകൊണ്ട് ഉള്ള ഗുണം എന്തെന്നറിയാമോ? ഈ ഭഗവാന്റെ ചരിത്രം, ഭഗവാന്റെ പഴയ കാലം ഒന്നും ഇപ്പം വന്നിരിക്കുന്ന ഒരാളിനും അറിഞ്ഞുകൂടാ. എല്ലാവർക്കും വന്ന് ഇപ്പം ഉണ്ടായ കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാൻ അല്ലാതെ അറിഞ്ഞുകൂടാ. അപ്പം നിങ്ങളെപ്പോലുള്ളവർക്ക് മാത്രമേ. എനിക്ക് ഇപ്പോൾ അണ്ണൻ വന്നുകൊണ്ടുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ, ഞാൻ കൊച്ചിലോട്ട് കാണണേ, ഞാൻ ഇവിടെ എൻ്റെ അമ്മയിലെ അച്ഛൻ്റെയും കയ്യിൽ തൂങ്ങി വരുന്ന സമയത്ത് അണ്ണൻ അവിടെ പൂജ ചെയ്യും, ഭഗവാന്റെ അടുത്ത് വന്നിരിക്കും, താഴെ കൂടി ഇങ്ങനെ കയറി വരും. ഞാൻ അന്ന് ഒരു കൊച്ചുകുട്ടി, അന്ന് തൊട്ട് കാണുന്ന ഒരാളിൻ്റെ വായിന്ന്. അപ്പോൾ എനിക്കറിയാവുന്നുള്ള ഞാൻ അമ്മയെ കണ്ടിട്ടുണ്ട്, സ്വാമിയുടെ അമ്മയെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ചോദിക്കാൻ, ഞാൻ രാത്രി വന്ന് തലേ ദിവസം വെള്ളിയാഴ്ച വൈകുന്നേരം രാത്രി അവിടുന്ന് വന്നിട്ട് പോത്തങ്കോട്ട് ഇറങ്ങി അവിടെ ഒന്ന് ഓലച്ചൂട്ട് വാങ്ങാൻ കിട്ടും. ചൂട്ട് ഇങ്ങനെ ആ ചൂട്ട് കെട്ടി അവിടുന്ന് ഒരു തിയേറ്ററുണ്ട് ഇപ്പുറത്തോട്ട് പറഞ്ഞാൽ, രാഗം തിയേറ്റർ എന്തോ, അതിൻ്റെ അവിടുന്ന് എനിക്കിപ്പം നല്ല ഓർമ്മയുണ്ട്. ഒരു ഓലപ്പുര തിയേറ്റർ. അവിടുന്ന് താഴെ സ്യാമിയ പായസം വെച്ചുകൊണ്ട് ഒരാൾ, അതൊരു വയസ്സായ ആൾ എന്ന്, സ്വാമി എനിക്കൊരു സ്യാമ്യം വാങ്ങിച്ചു. ആ സ്യാമ്യത്തിൻ്റെ സ്വാദ് ഞാൻ എത്രയോ സ്ഥലത്തുനിന്ന് പിന്നെ സ്യാമിയ പായസം കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഒരു സ്വാദുള്ള സ്യാമിയ പായസം കിട്ടിയിട്ടില്ല. അവിടുന്ന് നടന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ എല്ലാം കാട്. ഇന്നത്തെ ശാന്തിഗിരി ഇരിക്കുന്ന സ്ഥലത്ത് അവിടെ എല്ലാം കശുമാവ് കൂട്ടം, പറങ്കമാവിൻ്റെ കൂട്ടം. അതിൻ്റെ ഇടയിൽ കൂടെ നടന്ന് ഞങ്ങൾ ഇടവഴി മാത്രമേ ഉള്ളൂ. അതുവഴി നേരെ ഇവിടെ വന്ന് പിറ്റേന്ന് രാവിലെ ആയപ്പോൾ അമ്മ രാവിലെ ഇവിടെ നല്ല തണുപ്പ് തീ കൂട്ടിയിട്ട് മരിച്ചിനിയുണ്ട് ഇവിടെ, ഒരു കയ്യാള ചാടി എന്ന് പറയണേ, നല്ല മരിച്ചിനി. ഇതിൻ്റെ ഒരു ഇതെടുത്തിട്ട് അമ്മ ചുട്ട് എനിക്ക് തന്നു. നല്ല പൂ പോലെ വെന്ത് ഇങ്ങനെ തുറന്ന് രാവിലെ എടുത്ത് തേയിലയിട്ട് എനിക്ക് തന്നു. എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്. ഒരു 5 വയസ്സ് 6 വയസ്സേ എനിക്ക് പ്രായം വരുള്ളൂ. പക്ഷെ 6 വയസ്സ് പ്രായമുള്ള എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ആ അമ്മ തന്നെ, ആ അമ്മ നല്ല കളറാണ്, മറ്റേ ഉള്ള നല്ല കളറാണ്. അമ്മയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയുകയും ചെയ്യാം. വീട്ടിലെ ചെറിയ ചെറിയ ചികിത്സകളുടെ കാര്യങ്ങൾ അറിയാം. മുണ്ടി നീരിന്, പിന്നെ കൊതിക്കുവതക്കം, പ്രസവ ശുശ്രൂഷ ഒക്കെ അറിയാം. അല്ലെങ്കിൽ അമ്മയെ കൊണ്ടുപോകണം. ഇവിടെ എല്ലാ നാട്ടിലുള്ള എല്ലാവർക്കും ഒരു സേവനം ഉണ്ടായിട്ടുണ്ട്. അതൊന്നും അറിഞ്ഞൂടാ, കാരണം ഞാൻ ഒരു കൊച്ചായിരുന്നു. എല്ലാവർക്കും ഈ നാട്ടിലുള്ള എല്ലാവർക്കും അവരുടെ സേവനം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ സ്വാധീകനായ ഒരു മനുഷ്യനാണ്. ആരോടും നമ്മളെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു ചായക്കട ഉണ്ടായിരുന്നു, നെല്ലിക്കാട്ടി, അങ്ങാരപ്പണിക്കണം. എൻ്റെ ഒരു ബന്ധുവാണ്. രാവിലെ ചായ കുടിക്കാൻ അവൾ വരും. ഇതേ ഇങ്ങനെ തലയിൽ കൂടെ മൂടിക്കുക, തോർത്ത് ഇങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ മൂടി. അതിൻ്റെ ഫോട്ടോ ഈ ഫോട്ടോ നോക്കണം. ഇതേപോലെ മൂടിക്കൊണ്ടാണ് അദ്ദേഹം പോകണം. ആരോടും അങ്ങനെ മുണ്ടില്ല. ഇങ്ങനെ നേരെ നേരത്തെ അങ്ങ് പോകും, പാട്ടും പാടി അങ്ങ് പോകും. കഥകളി പാട്ട് എപ്പോഴും ഇഷ്ടമാണ്. മറ്റേ രാമായണം, കഥകളി പാട്ട്, രാമകഥ പാട്ടൊക്കെ അതൊക്കെ പാടിക്കണം. അത് ആരും അങ്ങനെ കൊണ്ട് സംസാരിക്കുന്നില്ല. പോകും, ചായ കുടിക്കും, അത് കഴിഞ്ഞിട്ട് പൈസ കൊടുക്കും, തിരിച്ച് വീട്ടിൽ വരും, പണി ചെയ്യും. ഇതാണ് പണി. വേറെ ആൾക്കാരുമായിട്ടൊരു വലിയ ബന്ധമുണ്ട്. പിന്നെ അവരെ ആൾക്കാരൊക്കെ വരികയാണെങ്കിൽ മാത്രം ഉണ്ട്. അങ്ങനത്തെ ഒരു ആളാണ് ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്കറിയാം. എന്തായാലും ഇത്രയും സമയം ഭഗവാന്റെ പഴയ കാലം, ശരിക്കും ഞാനും എൻ്റെ കൊച്ചു പ്രായത്തിലേക്ക് അണ്ണൻ്റെ കൂടെ ഇത്രയും സമയം സംസാരിച്ചപ്പോൾ ബാക്കിലോട്ട് പോയി. കാരണം ഇവിടുത്തെ അണ്ണൻ പറയുന്ന ഓരോ കാര്യങ്ങളിൽ കുറേയൊക്കെ എനിക്ക് എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ പോയി. ഇപ്പോൾ ഇത്രയും സമയം അണ്ണനെപ്പോലെ ഒരാൾ വന്ന് ഈ ഭഗവാന്റെ ഭക്തരായിട്ടുള്ളവർക്ക് ഇത്തരം കാര്യങ്ങൾ, ഇത്തരം അറിവുകൾ പകർന്നു കൊടുത്തതിന് എന്നെ ഭഗവാന്റെ നാമധേയത്തിൽ നന്ദി, നമസ്കാരം.